രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനീഷ്. സുലേഖ പറയാണ് നിന്ന നെൽപ്പിൽ ഉരുകി പോകുന്ന അവസ്ഥയാണെന്ന്. എന്താണ് കൊല്ലത്തെ അവസ്ഥ? കാരണം പുനലൂരൊക്കെ എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഒരിടം കൂടിയാണ് കൊല്ലം, പുനലൂർ പോലെയുള്ള പ്രദേശങ്ങൾ. ഉഷ്ണതരംഗ സാധ്യത നിലനിന്നിരുന്നു. ഇന്നലെയാണ് ആ ഒരു സാധ്യതാ ലിസ്റ്റിൽ നിന്നും കൊല്ലം പുറത്തേക്ക് പോകുന്നത്. എങ്കിൽ പോലും ഒരു 40 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തുള്ള ചൂടാണ് കൊല്ലത്ത് അനുഭവപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് കൊല്ലത്തെ അവസ്ഥ? ഇല്ല, മെനിഞ്ഞാന്ന് കൊല്ലം ജില്ലയെ പ്രകൃതി നന്നായി അനുഗ്രഹിച്ചു. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ വലിയ മഴ പെയ്തു. ഒരു മരണം സംഭവിച്ചു, ഒരു വീടിന് തീപിടിച്ചു. അങ്ങനെ ചില ഒരു സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഐസ് മഴ പൊഴിഞ്ഞു. ആലിപ്പഴം അത് വലിയൊരു ആഘോഷവുമായിരുന്നു കൊല്ലം ജില്ലയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അതിന്റെ വലിയ ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ല. ഇടിമിന്നലുള്ള സമയമായതുകൊണ്ട് ആർക്കും ആ സമയത്ത് അപ്രതീക്ഷിതമായി സംഭവിച്ചത് കൊണ്ട് തന്നെ ആർക്കും അത് മൊബൈലിലൊന്നും അത്ര വ്യാപകമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ അങ്ങനെ ഇന്നലെ ഞാൻ വനമേഖലയിൽ പോയിരുന്നു. ഇന്നലെ പുനലൂരിൽ അവിടെ ഒരുപാട് ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ മഴയ്ക്ക് ശേഷം മെനിഞ്ഞാന്നുള്ള മഴയും ഒരു ആലിപ്പഴം വീണതിന് ശേഷം കൊല്ലം ജില്ലയിൽ പുനലൂർ ഉൾപ്പെടെ ഉഷ്ണത്തിന് ഇത്തിരി കുറവുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നലെയും ചെറിയൊരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ. എന്നാൽ നഗരപ്രദേശങ്ങളിൽ ചെറിയ ഒരു ചാറ്റൽ മഴയൊക്കെ ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ അങ്ങനെ ഒരു ഉഷ്ണം എന്ന് കാണാനേ ഇല്ല. ചൂട് അത്ര അധികമായി വരുന്നില്ല. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 11-12 മണി കഴിയുമ്പോഴായിരിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ചൂടിന്റെ പ്രതിഭാസം ഇവിടെയും വരാൻ സാധ്യത നിലവിലില്ല. അതുപോലെ തന്നെ തീരക്കടലിൽ കടലാക്രമണത്തിന്റെ ഒരു ഇത് പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അതും കാണാനായില്ല. വലിയ തോതിലുള്ള ഒരു കടലാക്രമണമൊന്നും എവിടെയും ഉണ്ടായില്ല. സാധാരണഗതിയിലുള്ള തീരങ്ങളിലുള്ള വേവ്സിന്റെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് പതിവ് പോലെ തന്നെയാണ് ഇക്കുറിയും ഈ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മത്സ്യലഭ്യത കുറയും. കാര്യം ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുകയും കടലിലേക്ക് അതിന്റെ ചൂട് 800 മീറ്ററിൽ നിന്ന് 2000 മീറ്റർ വരെ ആഴത്തിലേക്ക് ചൂട് കടക്കുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. ആ സാഹചര്യത്തിൽ നിലവിൽ തന്നെ 800 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് പോയി എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. സമുദ്ര ഗവേഷണ ഭാഗമായ CMFIRയുടെ ഒരു പഠനത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവരത് ഉൾവലിയാണ് ഉൾക്കടലിലേക്ക്. ആഴക്കടൽ മത്സ്യബന്ധനം പോലും പ്രതിസന്ധിയിലാവുന്ന ഒരു സമയം. തീരപ്രദേശങ്ങളിൽ മത്സ്യം കിട്ടിയാലായി എന്നുള്ള നിലയിലാണ് ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത്. വിനീഷ.